90s കേശവന്മാർക്ക് ഈ സിനിമ ഇഷ്ടപ്പെടായിക ഉണ്ടാവാം. ചിലപ്പോൾ ആറാട്ടൻ വൈകുന്നേരം പറയും, മഹിമയോട് എനിക്ക് ക്രഷുണ്ട്, മഹിമ എനിക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്നൊക്കെ ഇന്ന് വൈകിട്ട് പറയുമായിരിക്കും. ബ്രൊമാൻസ് ഈ വാലന്റൈൻസ് ഡേക്ക് റിലീസായിട്ടുള്ള ഒരു സിനിമയാണ്. പ്രണയിക്കുന്നവർ എല്ലാവരും വിചാരിക്കും റൊമാൻസ് ആണെന്ന്. ഇത് റൊമാൻസ് അല്ല, ബ്രൊമാൻസ് ആണ്. സംവിധാനം അരുൺ ഡി ജോസ്. ഈ സിനിമ ഫ്രണ്ട്ഷിപ്പ് ആണ് മെയിനായിട്ട് പറയുന്നത്. ഫ്രണ്ട്ഷിപ്പിന്റെ കുറെ കാര്യങ്ങൾ ഈ സിനിമയിൽ പറയുന്നുണ്ട്. ഫ്രണ്ട്ഷിപ്പുമായി ബന്ധപ്പെട്ടാണ് സിനിമ, അല്ലാതെ പ്രണയം പ്രതീക്ഷിച്ചാരും പോയത്. സൈഡ് ട്രാക്കിൽ ചെറുതായിട്ട് വൺ സൈഡ് പ്രേമമൊക്കെ ചെറുതായിട്ട് സൈഡ് ട്രാക്കിലൂടെ പോകുന്നുണ്ട്. കോമഡിയാണ് സിനിമയുടെ ജനർ എന്ന് പറയുന്നത്. ഇതിലെ പ്രധാന കഥാപാത്രം ബിൻഡോ ആയിട്ട് വരുന്നത് നമ്മുടെ മാത്യൂസ് ആണ്. മാത്യൂസിന്റെ ചേട്ടൻ ഷിൻഡോ എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് ശ്യാം മോഹൻ വരുന്നു. നാട്ടിലെ മോസ്റ്റ് എലിജിബിൾ ബാച്ചിലർ ഇൻ ദിസ് വില്ലേജ് എന്നാണ് ശ്യാം മോഹന്റെ കഥാപാത്രം. ശ്യാം മോഹൻ വളരെ മനോഹരമായ കഥാപാത്രത്തെ അവതരിപ്പിച്ചു. മാത്യൂസിന്റെ ബിൻഡോ വളരെ പെട്ടെന്ന് അഗ്രസീവ് ആവുന്ന ഒരു കഥാപാത്രമാണ്. ഏത് കാര്യത്തിലും പെട്ടെന്ന് അതിന് പ്രതികരിക്കുന്ന ഒരു കഥാപാത്രം. അതിനുശേഷം കൂട്ടുകാരനായിട്ട് നമ്മുടെ അർജുൻ അശോകനാണ് വരുന്നത്. അർജുൻ അശോകൻ രോമാഞ്ചത്തിൽ എവിടെ നിർത്തിയോ അതിന്റെ ഒരു തുടർച്ച എന്ന രീതിയിലാണ് ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. അർജുൻ അശോകൻ സെക്കൻഡ് ഹാഫിൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്യിപ്പിച്ച് നമ്മളെ എന്റർടൈൻ ചെയ്യിപ്പിക്കുന്ന ഒരു കഥാപാത്രമാണ് അർജുൻ അശോകൻ ചെയ്തിരിക്കുന്നത്. പിന്നെ കൊല്ലക്കാരെ വല്ലവും പറയുമ്പോഴത്തേക്ക് അർജുൻ അശോകനെ നമ്മുടെ ഒരുപാട് ആൾക്കാർ ഇത് കാണുന്ന പലരും ഉണ്ട് കൊല്ലക്കാരെ കുറ്റം പറയുന്ന, അവർക്കൊക്കെ ഉള്ള ഒരു നല്ലൊരു കോട്ട് അർജുൻ അശോകന്റെ കഥാപാത്രം തരുന്നുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇട്ടുള്ള ഒരു കൊട്ടാണ്. അപ്പോൾ പടം കണ്ട് നിങ്ങളത് മനസ്സിലാക്കും. പിന്നെ മഹിമ നമ്പ്യാർ കാസർഗോഡുകാരിയായിട്ടുള്ള ഒരു കഥാപാത്രമായിട്ടാണ് വരുന്നത്. മഹിമയുടെ ലുക്ക് എന്ന് പറയുന്ന ഒരു രക്ഷയുമില്ല. ഇത്ര സുന്ദരിയായിട്ടാണ് മഹിമ ഇതിൻ്റെ അകത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു കല്യാണത്തിന് പോകുന്ന രംഗമുണ്ട്. അതിലൊക്കെ മഹിമയെ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ക്രഷ് തോന്നും. ആറാട്ടണ്ണനൊക്കെ ക്രഷ് തോന്നുന്ന രീതിയിലാണ് ഈ സിനിമയിൽ മഹിമയെ അവതരിപ്പിച്ചിരിക്കുന്നത്. ചിലപ്പോൾ ആറാട്ടണ്ണൻ ഇന്ന് വൈകുന്നേരം പറയും, മഹിമയോട് എനിക്ക് ക്രഷുണ്ട്, മഹിമയെ എനിക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്നൊക്കെ ഇന്ന് വൈകിട്ട് പറയുമായിരിക്കും. പിന്നെ സംഗീതും ഈ സിനിമയിൽ വളരെ നല്ല ഒരു കഥാപാത്രം, ഹാക്കർ ആയിട്ടാണ് സംഗീത് വരുന്നത്. സംഗീതിന്റെ കഥാപാത്രവും ആ പ്രേമലൂൽ എവിടെ നിർത്തിയോ അതിന്റെ ബാക്കിയായിട്ടാണ് സംഗീത് ചെയ്തിരിക്കുന്നത്. മൊത്തത്തിലൊരു ഫൺ റൈഡാണ്. അതിന്റെ കൂടെ സീനിയേഴ്സ് ആയിട്ട് ഷാജോൺ ഈ സിനിമയിലുണ്ട്. ഷാജോണിന്റെ കഥാപാത്രം ഒരു ലോക്കൽ ഗുണ്ടയാണ്, റിട്ടയർഡ് ഗുണ്ടയാണ്. ഷാജോൺ നല്ല രീതിയിൽ തന്റെ റോൾ ചെയ്തിട്ടുണ്ട്. ബിനു പപ്പു ഒരു പോലീസുകാരനായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. പിന്നെ മൊത്തത്തിൽ ഒരു എന്റർടൈനിങ് രീതിയിലാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. എൻജോയ് ചെയ്ത് വലിയ രീതിയിൽ ആസ്വദിച്ച് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് ബ്രൊമാൻസ്. പ്രത്യേകിച്ച് യൂത്തിന് ഇഷ്ടപ്പെടും, സെൻ ജനറേഷൻ ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രം. അവർക്ക് വേണ്ടിയുള്ള ഒരു പാട്ടോ കൂടിയാണ് സിനിമ തുടങ്ങുന്നത് തന്നെ. അതൊക്കെ ഇനി ട്രെൻഡ് ആവാൻ സാധ്യതയുള്ള പാട്ടുകളാണ്. മൊത്തത്തിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. യൂത്തിന്റെ കുറെ കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ചിലപ്പോൾ ചില 90s കേശവന്മാർക്ക് ഈ സിനിമ ഇഷ്ടപ്പെടായിക ഉണ്ടാവാം. ഫേസ്ബുക്കിലൊക്കെ ഇവരാണല്ലോ കൂടുതൽ. ഈ ആൾക്കാർ ഈ സിനിമയെ ഡിഗ്രേഡ് ചെയ്യാൻ സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഇതെന്താണ് ഇന്നത്തെ ജനറേഷൻ, എന്താണ് ഇങ്ങനെ, എന്റെ ജനറേഷന് ജീവിച്ചത് ഞാൻ ഭാഗ്യവാനാണ് എന്നൊക്കെ പറയാവുന്ന ആ രീതിയിലുള്ള കുറെ കേശവന്മാരുണ്ട്. അവരോട് പറയാനുള്ള നിങ്ങൾക്കുള്ള സിനിമയല്ല ഇത് ന്യൂ ജനറേഷൻ, ഏറ്റവും ന്യൂ ജനറേഷൻ, സെൻ ജനറേഷന്റെ സിനിമയാണ്. അവർ എൻജോയ് ചെയ്ത് കാണട്ടെ, അതിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്കുള്ള പടങ്ങൾ വരും. ആ രീതിയിൽ മൊത്തത്തിൽ എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ്. ഇനി കുറെ സിനിമകൾ റിലീസായിട്ടുണ്ട്. പക്ഷെ യൂത്ത് ഈ സിനിമ ഏറ്റെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു വലിയ സക്സസ് ആകുന്ന ഒരു സിനിമ തന്നെയാണ്. ഒരു ഫൺ മോഡിൽ നമുക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് ബ്രൊമാൻസ് എന്ന് പറയുന്നത്. അരുൺ ഡി ജോസിന്റെ സിനിമകൾക്കുള്ള ആ ഒരു വൈബ് ഈ സിനിമയിൽ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ബിനു പപ്പുവിന്റെ കഥാപാത്രം അർജുൻ അശോകന്റെ കഥാപാത്രത്തോടെ ഇടയ്ക്ക് കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിന് എതിരായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം ഉണ്ട്. അതും കൂടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിക്കണമായിരുന്നു എന്നോ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. മൊത്തത്തിൽ തിയേറ്ററിൽ എൻജോയ് ചെയ്ത് ആസ്വദിച്ച് കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി ഈ സിനിമ കാണണം. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ ഈ സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് 8.5 ഔട്ട് ഓഫ് 10 ആണ്. അപ്പോൾ പുതിയൊരു സിനിമയുടെ വിശേഷവുമായി വീണ്ടും വരുന്നത് വരെ ബൈ ബൈ.